ഇത് കണ്ടോ, എൻ്റെ തക്കാളിക്ക ഉണ്ടോ? പക്ഷെ എന്തൊരു സന്തോഷമാ ഇപ്പോഴേ. ഇതേ കുറച്ച് പഴുത്ത് 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 കിടക്കുന്നു. കണ്ട ഈ വലുത് രണ്ടെണ്ണം അങ്ങ് താഴെ ഉണ്ടായി കിടക്കുമായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല, കാടെല്ലാം കയറി ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നതാണ്, ശ്രദ്ധിച്ചില്ല. ഇപ്പം നോക്കിയപ്പോഴാണ്. പിന്നെ ഇപ്പോൾ മുയിലച്ചാറിനുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഒരെണ്ണം ഉണ്ടായിരുന്നു, ആൾ പറിച്ച് തിന്നുകൊണ്ട് പോയി. പറിച്ച് അവിടെ അറിഞ്ഞു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഇപ്പം നമുക്ക് വേണ്ടേ ഇത്രയും തക്കാളിക്ക കിട്ടി. തക്കാളിക്ക അതാണ്ടേ ഇത്രയും കിട്ടി. ഇനി ഞാൻ 2-3 ദിവസം കൂടെ ഒന്ന് വെച്ചേക്കും. ഇതിനകത്ത് 1-2 തക്കാളിക്കുള്ളൂ നല്ലതായിട്ട് പഴുത്തത്. വേണ്ട, പക്ഷെ ഇത് നല്ലതായിട്ട് പഴുത്ത് കഴിയുമ്പം ഈ തക്കാളിക്ക ഒത്തിരി വിലക്കുറവിൻ്റെ സമയത്ത് കിട്ടുമ്പോൾ എന്നെ എടുക്കണമെന്നോ, തക്കാളിക്ക നല്ല ചമ്മന്തി ഉണ്ടാക്കി വെച്ചാൽ മതി. ഒരു 3-4 മാസം കേടുകൂടാതിരിക്കും. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ മുക്കി തിന്നാൻ നല്ലതാണ്. അത് നിങ്ങൾക്കറിയാവോ? ചപ്പാത്തിക്ക് ഈ തക്കാളിക്ക നല്ല പഴുത്ത തക്കാളിക്ക് ഇതിപ്പോൾ ഞാൻ കൊണ്ട് 2 ദിവസത്തേക്ക് നല്ലതായിട്ട് വെച്ച് കഴിയുമ്പോൾ നല്ലതായിട്ട് പഴുത്തുള്ളൂ. പുറത്ത് വെച്ചാൽ മതി. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുക്കറിനകത്തോട്ട് ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ നല്ലതായിട്ട് വേവിച്ചെടുക്കണം. വേവിച്ചിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം. പിന്നെ കടുക് പൊട്ടിച്ച് ഇച്ചിരി വെളുത്തുള്ളി വാട്ടി ഇച്ചിരി ചുമലമുളകൊക്കെ ഇട്ട് ഇച്ചിരി അച്ചാർ പൊടി ഇട്ട് പിന്നെ നല്ലെണ്ണയ്ക്കകത്ത് നല്ലതായിട്ട് വാട്ടി കുറുക്കി, മുളക് പൊടിയും പിന്നെ കായും നല്ലതായിട്ട് നല്ലതായിട്ട് വാട്ടി കുറുക്കി നല്ലതായിട്ട് എണ്ണ പറ്റി വരുമ്പോൾ കുപ്പിക്കകത്തെടുത്ത് കയറ്റി വെച്ചാൽ മതി. ഫ്രിഡ്ജിലും വെക്കണ്ട. അന്നേരം നമുക്ക് 2-3 മാസം ഉപയോഗിക്കാം. കൂടുതൽ തക്കാളിക്ക് സീസണിൽ വരുമല്ലോ, അന്നേരം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അന്നേരം വേണ്ട ഇത് കൊണ്ടോ, ഈ തക്കാളി ഉണ്ടോ, ഈ നമ്മൾ ഇതിനകത്ത് വെക്കുന്നതെല്ലാം വളർച്ച മുരടിച്ചായിരിക്കണം കേട്ടോ. നിലത്ത് വെച്ച ഒരു തക്കാളി അവിടെ എല്ലാം ഒടിഞ്ഞു കിടക്കുക. അത് നിറച്ച് അതിനടിയിലെല്ലാം കായുണ്ടായി കിടപ്പുണ്ട്, ഇഷ്ടം പോണൊക്കെ ഉണ്ടായി കിടക്കുന്നു. ഇതാണ് നിലത്ത് വെക്കുമ്പം തന്നെത്താനെ റൂട്ട് നല്ലതായിട്ട് അങ്ങ് പോകും, ഇഷ്ടം പോണൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഞാനൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ വിളിക്കാവേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.